May I come in, sir? Yes. I am Rajan Philippos. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? I must say she has not yet recovered. പഴയ കാര്യങ്ങളൊന്നും അവർക്ക് ഓർക്കാൻ കഴിയുന്നില്ല. പെട്ടെന്നുള്ള ഒരു ആഘാതമായിരിക്കാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം. പേരൻസ് മരിച്ച വിവരം അവൾക്കറിയാമോ? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം അവർ സംസാരിച്ചിട്ടേ ഇല്ല. ഷീ ഈസ് ടോട്ടലി അപ്സെറ്റ്. ആകെ ഒരുതരം വിഭ്രാന്തി. ഈ കേസിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയാമല്ലോ. ഷീ ഈസ് ദി ഓൺലി വിറ്റ്നസ്. ക്യാൻ ഐ സീ ഹർ? Pamela? Pamela? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. യു വോണ്ട് ഗെറ്റ് എനി ഇൻഫർമേഷൻ. അവൾ ചത്തിട്ടില്ല. ചത്തതിന് തുല്യ അവള് പാശുപത്രി കഴിയുന്നേ. നിന്റെ ആ തോക്ക ഇതിനെല്ലാം കാരണം. നല്ല പൂവമ്പഴം പോലുള്ള സാധനമായിരുന്നു. നീ കയറി കുഴപ്പം ഒപ്പിച്ചില്ലായിരുന്നെങ്കിൽ വല്ലപ്പോഴും ഒക്കെ. അസുഖം മാറി അവൾ പുറത്തു വന്നാൽ നമുക്ക് അപകടമാണ്. ഇല്ല, അവൾ പുറത്തു വരില്ല. പുറത്തു വരാൻ പാടില്ല. എന്താ തന്റെ പേര്? സാറ്റോ, സിൽവസ്റ്റർ സാറ്റോ. പമേലയുടെ മമ്മിയും ഡാഡിയും കൊല്ലപ്പെട്ട ദിവസം നീ എവിടെയായിരുന്നു? ഞാൻ പുറത്തു പോയിരുന്നു സാർ. എന്താവശ്യത്തിനാ? വീട്ടു സാമാനങ്ങൾ വാങ്ങാൻ. താൻ എപ്പോഴാ പുറത്തു പോയത്? വൈകുന്നേരം ഒരു 6 മണിയായി കാണും സാർ. എന്നിട്ട് എപ്പോഴാ തിരിച്ചെത്തിയത്? ചോദിച്ചത് കേട്ടില്ലേ? എപ്പോഴാ തിരിച്ചു വന്നതെന്ന്? പിറ്റേ ദിവസം രാവിലെ. അതുവരെ താൻ എവിടെയായിരുന്നു? അത് അപ്പോൾ നീ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത് അല്ലേ? ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല. സത്യം പറയണം, ഇല്ലെങ്കിൽ ചെത്തി നിന്റെ എല്ലാ എല്ലും ഞാൻ ഊരും. ഞാൻ എല്ലാം പറയാം സാർ. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അല്പം മദ്യം കഴിക്കുന്ന ശീലമുള്ളവനാണ്. അവരൊക്കെ ആരാണോ? ഇല്ല സാർ, കണ്ടാലറിയാം. മദ്യം കഴിച്ചതിന് ശേഷം നീ എങ്ങോട്ടാ പോയത്? എനിക്കൊരു ഓർമ്മയില്ല സാർ. നേരം വെളുത്തപ്പോ ബാറിനോട് ചേർന്നുള്ള റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് പമീലക്കുഞ്ഞ് രാത്രി ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഓർത്തത്. ഞാൻ ചാടി പിടിച്ചെഴുന്നേറ്റ് വീട്ടിൽ ചെന്നപ്പോ കണ്ട കാഴ്ച. കണ്ട ബാറിലൊക്കെ കയറി കുടിച്ച് വല്ലോടത്തും കിടന്ന് ഉറങ്ങിയിട്ട് നിന്ന് കരയുന്നല്ലേ? ഒരു ബുദ്ധിമോശം വന്നാ സാറേ, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പമീലയും മറ്റാരെങ്കിലുമായി എന്തെങ്കിലും കാരണത്തിന് വഴക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സാർ. ശരി,
ഇനിയും തന്നെ എനിക്ക് ആവശ്യം വരും. എവിടെയും പൊക്കളയരുത്, മനസ്സിലായോ? പമീലെ, പമീലെ, പമീലെ. പേഷ്യന്റ് എങ്ങനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യരുത്. ദേ ഇത് കഴിക്കൂ. പമീലയുടെ ആരാ? ഫ്രണ്ടാ. സിസ്റ്റർ, ഡോക്ടർ എന്ത് പറഞ്ഞു? സുഖമാവാൻ ഇനിയും കുറച്ച് ദിവസം എടുക്കും. കുഞ്ഞെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. പമീലയ്ക്ക് ഒരു കുറവുമില്ലേ? വെറുതെ ഇങ്ങനെ ഒരേ ഇരിപ്പാ കുഞ്ഞ്. എന്ത് ചോദിച്ചാലും ഒരനക്കവും ഇല്ല. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എല്ലാം എന്റെ കുഴപ്പാ കുഞ്ഞ്. അന്ന് രാത്രി ഞാൻ അവിടെ ഇല്ലാതിരുന്നതാ എല്ലാത്തിനും കാരണം. പമീലെ, നീ എന്താ ഈ കാണിക്കുന്നത്? എന്താ ഇത്? സോറി, ഇവളൊരു മെന്റൽ പേഷ്യന്റാ. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ പേഷ്യന്റിനെ പുറത്തുകൊണ്ടുപോയത്? ദൂരെ എങ്ങും പോയില്ല, ആ ലേക്കിന്റെ അടുത്ത് വരെ പോയുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? സോറി സിസ്റ്റർ. വിളിച്ചോണ്ട് പോയതല്ല, പമീലെ കുഞ്ഞ് തടാകത്തിനരിയിലൂടെ വെറുതെ നടക്കുകയായിരുന്നു. എല്ലാരും കൂടി ഞങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് കംപ്ലൈന്റ് ചെയ്യും. എന്താ സാറ്റോ? എന്താ കുഞ്ഞ്, കേസിന് വല്ല തുമ്പും കിട്ടിയോ? ഇല്ല. കുഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന് SI ഒന്ന് കാണും. ചോദിക്കാനും പറയാനും ആളില്ലാതെ വന്ന കേസ് തേഞ്ഞു മാഞ്ഞു പോവുകയുള്ളൂ. പമീലയുടെ മനസ്സിൽ ആദ്യമേ തന്നെ ഭയമുണ്ടായിരുന്നു സാർ. ആ മാരുതി വാനിനെ കുറിച്ച് അവൾ എന്നോടും പറഞ്ഞിരുന്നതാ. അന്നതത്ര കാര്യമാക്കിയില്ല. പിന്നീട് നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ രഞ്ജിത്തിന്റെ മർഡറുമായി കണക്റ്റഡ് ആയിട്ടാണ് എല്ലാം നടന്നിരിക്കുന്നത്. പേരൻസുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നല്ലോ പമീല, അല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. പമീല മോഡലിങ്ങിന് പോകുന്നത് അവർക്കത്ര ഇഷ്ടമായിരുന്നില്ല. പിന്നെ മരിച്ച രഞ്ജിയുമായിട്ടുള്ള അഫയർ, അതിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു സാർ. പമീല അല്പം ഫോർവേഡ് ആയിരുന്നു, അല്ലേ? അവൾ ഓവർ സ്മാർട്ടായിരുന്നു. കാഴ്ചയിൽ അങ്ങനെ തോന്നുമെങ്കിലും അവൾ പാവമായിരുന്നു സാർ. രഞ്ജിയുടെ മരണത്തോടെ അവൾ ആകെ തളർന്നുപോയി. തുടർന്നുണ്ടായ സംഭവങ്ങൾ അവളുടെ മനസ്സിന്റെ തന്നെ സമനില തെറ്റിച്ചു. ഇപ്പോൾ അവളെ കണ്ടാൽ പഴയ പമീലയാണോ എന്ന് വിശ്വസിക്കാൻ കൂടെ കഴിയുന്നില്ല സാർ. പമീലയ്ക്ക് വേറെ ബന്ധുക്കളാരുമില്ലേ? ഈ
ലോകത്ത് സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ആരുമില്ല സാർ. പിന്നെ ഒരു അങ്കിളും ആന്റിയും ഉണ്ട് ഫിലിപ്പീൻസിൽ. വർഷങ്ങളായി അവരവിടെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് അല്ലാതെ ഇവിടെ അവൾക്ക് ആരുമില്ല. സാറ് വിചാരിച്ചാൽ മാത്രമേ ഈ കേസിന് എന്തെങ്കിലും തുമ്പുണ്ടാവുകയുള്ളൂ. ഹോസ്പിറ്റലിൽ കഴിയുന്ന പമേലയുടെ അസുഖം മാറി അവൾ നോർമൽ സ്റ്റേജിലായെങ്കിൽ മാത്രമേ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും എവിഡൻസ് കിട്ടുകയുള്ളൂ. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നോർമൽ സ്റ്റേജിലാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഹലോ സർ. യെസ് സർ, ഞാൻ ഉടനെ വരാം. നിങ്ങൾ പൊയ്ക്കോളൂ.